നമസ്കാരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് നടത്തുന്ന പല പരാമർശങ്ങളും പലപ്പോഴും ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റാറുണ്ട്. ഇന്നിതാ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ ചില വാക്കുകൾ ഒരു ശക്തമായ സൂചനയായി കാണുന്നു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ ചില വാക്കുകൾ ചില കാര്യങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവ് നൽകുന്നുണ്ട്. തർക്കത്തിലുള്ള ജ്ഞാൻവാപ്പിയും ഷാഹു ഈദ്ഗാ മസ്ജിദും സ്ഥിതി ചെയ്യുന്ന കാശി മഥുര വിഷയത്തിൽ സുപ്രധാന സൂചന തന്നെയാണ് യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മഹാഭാരതത്തിൽ കൃഷ്ണൻ 5 ഗ്രാമങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഭാരതത്തിലുള്ള ഹിന്ദു സമൂഹം അവരുടെ വിശ്വാസത്തിന്റെ 3 കേന്ദ്രങ്ങൾ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ആ 3 കേന്ദ്രങ്ങൾ അയോധ്യയും കാശിയും മഥുരയുമാണ് എന്ന് തന്നെയാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തെ കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത്, ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമനെ പ്രതിഷ്ഠിച്ചതിൽ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും സന്തുഷ്ടരാണ്. രാംലല്ലയ്ക്ക് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തെളിവ് ഹാജരാക്കേണ്ടി വന്നത് ആദ്യമായിട്ടാണ്. ഇത് ഞങ്ങളുടെ സ്ഥിരോത്സാഹം എന്ത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഭഗവാൻ രാമൻ തന്റെ സ്ഥാനം കണ്ടെത്തിയതിനാൽ മാത്രമല്ല, ഞങ്ങളുടെ വാക്കുകൾ പാലിച്ചതുകൊണ്ടുകൂടി ഞങ്ങൾ സന്തുഷ്ടരാണ്, BJP ഭരണകൂടം സന്തുഷ്ടരാണ് എന്ന് തന്നെയാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. അത് മാത്രമല്ല, രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നേരത്തെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്നുകൂടി യോഗി പറയുന്നുണ്ട്. അയോധ്യയിൽ ഉടനീളം ഉണ്ടായ വികസനത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങളും യോഗിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ മഹാഭാരതത്തിലെ കഥയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ആ വാക്യങ്ങൾ തന്നെയാണ്. കൃഷ്ണൻ 5 ഗ്രാമങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. ഭാരതത്തിലെ ഹിന്ദു സമൂഹം 3 കേന്ദ്രങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അയോധ്യ ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ കാശിയും മഥുരയും കൂടി BJP രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുമെന്നതിന്റെ വ്യക്തമായ സൂചനയായി തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.